ഞാനൊരു കാര്യം പറയട്ടെ. എന്നൊക്കറിയാം ഇജൻ മരുവനായിട്ട് എനിക്ക് സന്തോഷമുള്ളൂ. ഇത് നല്ലൊരു കുട്ടിയാണ്. പക്ഷെ എന്നെ വേണ്ട പറയുന്നത് ഞങ്ങളല്ല, എൻ്റെ മോളാണ് വേണ്ടെന്ന് പറയുന്നത്. ഓളിന്ന് വേണ്ടെന്ന് പറയാം. ഞങ്ങളെ അയലോക്കത്തുള്ളേ അയൽവാസികളാണ്. ഞങ്ങള് പരിചയപ്പെടാൻ വേണ്ടി വന്നത്. അയലോക്കാരോ? ഹലോ മാം, ഇക്കാക്ക് എന്താ ആ പെരി പോയി വന്നിട്ട് ഒരു സുഖമില്ലല്ലോ? അവിടെ ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ആലോചിക്കുക, എന്താ സംഭവം? അതെടി, അന്നെ കെട്ടിനെക്കാട്ടിലും കുറെ മുന്നേ ഓനൊരു പെണ്ണായിട്ട് രോഗ്യം ഉണ്ടായിരുന്നു. അത് എന്നോട് ഓൻ പറഞ്ഞിട്ടില്ലേ? അത് എന്നോട് പറഞ്ഞതാണല്ലോ. ആ പെണ്ണാണ് ഓള്. ഓള് എത്ര കട്ടക്കാലത്തിനാണ് കുറ്റിയും പറിച്ച് ഇങ്ങോട്ട് വന്നിക്കണാവോ. തന്നെ ഓളെ ചേലും പോലും മട്ടത്തിലൊന്നും അല്ലായിരുന്നു. എന്തോ ഒരു ചേലും പോലെയെന്ന് അറിയാം, വലിയ പത്രസാര് നടത്തണ പോലെ കഴിഞ്ഞു. ഇപ്പൊ എത്രയോ പെണ്ണിനെ പറ്റിയാവോ. എന്നാ അതൊക്കെ എന്നോട് പറഞ്ഞിക്കണക്ക, ഇവളാണെന്നുള്ള എനിക്കറിയില്ലല്ലോ. എന്നാ അതേ കാര്യം ഇക്കാക്ക് ഓളെ കണ്ടേക്കന്നെ ഭയങ്കര മനസ്സൊക്കെ അടങ്ങേറ്. റബ്ബിന്റെ കുട്ടീനെ കാക്കട്ടെ, അല്ലാതെ പെത്താ ഞാൻ പറയുന്നു. ഇക്ക, നമ്മളൊക്കെ ജീവിതത്തിലെ പല പല സംഗതികളും കഷ്ടപ്പാടുകളൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അതൊക്കെ അന്ന് കഴിഞ്ഞു. അത് ആലോചിക്കണം എന്തിനാ എപ്പോഴും നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കണത്? ഞാൻ ഒരു കാര്യം പറയാം. നമ്മളൊരു തമാശ കേട്ടാല് ചിരി വരും. ആ തമാശ നമുക്ക് പിന്നെയും പിന്നെ ഇങ്ങനെ കേട്ടപ്പോ ചിരി വരുമോ? ഇല്ലല്ലോ. അതേപോലെ തന്നെ അന്ന് നിങ്ങൾക്കൊരു അനുഭവം അങ്ങനെ ഉണ്ടായി, ഒരു അടങ്ങേറ്. ഇനിയിപ്പൊ അത് ഇങ്ങനെ ആലോചിച്ചാണ് പിന്നെ എന്തിനാ സങ്കടപ്പെടുന്നത്? നിങ്ങൾ വന്നാണിക്കാന്നത് ലേറ്റി. അന്റെ ഒരു കണ്ണ് എപ്പോഴും നമ്മളെ ഭാവന്റെ മേത്തേക്ക് വേണം കേട്ടോ. ആ ഇബിലീസ് എത്തിന് വേണ്ടിയിട്ടാണ് അവ ഇവിടെ വന്ന് കുടിയേറി കിടക്കുന്നത്. ഓളെ കുറച്ചൊന്നല്ല എൻ്റെ കുട്ടീനെ കണ്ണും കജ്ജും കാട്ടിയാണ്ടേ ഇടങ്ങാറാക്കിക്കണത്. എന്താണ് ഉമ്മ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളെ മകനെ നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലേ? 5-6 കൊല്ലായില്ലേ ഞാൻ ബാവാക്കാനെ കാണുന്നു. അത് അന്ന് അങ്ങനെ എന്തോ സംഭവിച്ചു എഴുതിച്ച് അന്നത്തെ ബാവാക്കൊന്നുമല്ല ഇപ്പത്തെ ബാവാക്ക. ആയിക്കോട്ടെ ഞാളെ ബാബാന്ന് കിട്ടി വിളിക്കാൻ പറഞ്ഞത്. ഓൻ ഈ കാര്യത്തില് കാട്ടുപോയല്ലേ, കാട്ടുപോയി. ഇന്നലെ വന്ന ഓൾക്കാണ് പിന്നെ ഭാവനെ പറ്റിയിട്ട് നല്ലോണം ബുദ്ധിയാട്ടുള്ളത്. ഇച്ചൊന്നല്ല. ഞാൻ ചായ വാങ്ങിപ്പോ പറയാൻ നിൽക്കുന്നു. അപ്പോ കൊടുന്നല്ലേ എന്താ കുഞ്ഞാളത്? കടുപ്പില്ല, മധുരം കമ്മി, ചാടത്. ഇത് ഞാൻ എന്നും ഉണ്ടാക്കണതേപോലെ തന്നെ ചായ ഉണ്ടാക്കിയത്. ഉണ്ടാക്കണേ എത്താണ് കുടിച്ചാ മതി. ഉണ്ടാക്കിയ ചായക്കേ നല്ല രുചി, നല്ല മധുരം ഉണ്ടാവൂലേ? ഇതൊന്ന് പോയിക്കോന്ന്. എന്താണ് മങ്ങളീ കാര്യപ്പോ ഞാൻ തലോടി കൊണ്ട് നിക്കണേ?
നിങ്ങളൊരു ചെടിയാണ് കുഴിച്ചിട്ട നാള് ഇവിടെ കാട് മൂടി കിടക്കുന്നത് ആ ഒന്ന് വൃത്തിയായിക്കൂടെ നിങ്ങൾക്ക് ഒരു മനുഷ്യന്മാരെ കണ്ടാൽ എന്താ അതിന്റെ കോലം? കൊല്ലം 2-3 കഴിഞ്ഞപ്പോ ഈ ചെടി ഇവിടെ എത്തിച്ച് ഇപ്പഴാ എന്റെ ഒട്ടി കാണുന്നത്. പൊന്നാരമ്മ ഞാൻ പല ആള് പറഞ്ഞോളൂ നിന്റെ അടുക്ക് ചാടണ്ട. സഫുനാന്റെ അടുത്ത് ചെടിയൊക്കെ നല്ല വൃത്തിയാക്കാറല്ലേ? കട്ടക്കാലം ഒഴിച്ച് നേരത്തില്ല ഇവിടെ. ഇക്ക എന്നോട് പൊറുക്കണം. ഞാനൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. 6 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഒരു കുട്ടി പോലും ഇല്ല. കെട്ടിയതാണെങ്കിൽ ഒരു മുഴു കുടിയാണ്. അപ്പൊ ഇജും മൂപ്പര് ലണ്ടനിലല്ലേന്നോ? അന്ന് എൻ്റെ പൊട്ട ബുദ്ധിക്ക് തോന്നിയതാണ്. ലണ്ടനിലൊക്കെ കേൾക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് നല്ല ജീവിതമായിരിക്കും. ഇന്ന് എനിക്ക് മനസ്സിലായി അന്നത്തെ നമ്മളെ ജീവിതമായിരുന്നു സന്തോഷമുള്ള ജീവിതം. അല്ലിക്ക, ഇക്കാന്റെ ജീവിതമൊക്കെ എങ്ങനെയാ? ഇക്കാന്റെ നമ്പർ ഒന്ന് തരുമോ? ഹലോ, ഞാൻ വിളിച്ചേ. ഞാൻ എന്താ വെച്ചാലേ ഇന്നെന്താ പരിപാടി? ഇന്ന് പരിപാടിയൊന്നും ലീവാ അല്ലേ? ഇന്ന് ലീവാണ്. ഒന്ന് കാണാൻ പറ്റുമോ? ഹോസ്റ്റൽ വരെ പോകാനാണ്. പോവാലോ? ആയിക്കോട്ടെ, ഞാൻ ഇറങ്ങിട്ടോ. ഞാൻ വേണ്ടിട്ട് അല്ലിക്ക, നിങ്ങൾ എന്തിനാണ് എന്നെ കൂടി വൃദ്ധസദനത്തിൽ ഭക്ഷണം കിട്ടാൻ വന്നത്? അതെ, പണ്ട് എനിക്ക് എന്നെ കിട്ടിയ കാലത്ത് ഞാൻ ഈ വൃദ്ധസദനത്തിൽ പാവപ്പെട്ട വയസ്സായ അമ്മമാർക്കും അവരൊക്കെ ഞാൻ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ നേർച്ചയായിരുന്നു. പക്ഷെ അന്ന് നമ്മൾ ആ പ്രശ്നം കാര്യങ്ങളൊക്കെ കണ്ട് ഞാനത് മറന്നുപോയി. ഇപ്പൊ എന്നെ കണ്ടപ്പോൾ എനിക്കത് ഓർമ്മ വന്നു. അതായത് കൊടുക്കാൻ നേർച്ചയായിരുന്നല്ലേ. അല്ല, നമ്മളെ ഭാവന ഇപ്പൊ ഒന്നും കണ്ടിട്ടില്ലല്ലോ. പോയാ നേരം വിളിച്ചാൽ അങ്ങനെ കണ്ടിട്ടില്ല. പോയാ ഭാവന മാത്രല്ല, നമ്മളെ അൻസാരി ഒന്നും കണ്ടിട്ടില്ലല്ലോ. ഓരണ്ടാളും എടുക്ക പോയിക്കാണോ? എവിടെയാണ് ചങ്ങായിന്ന്? അത് നോക്കണ ഓരോ തിരക്ക് ചങ്ങായി അവിടെ മുടി പോയി കിടക്കുന്ന നേരം വൈകി. പോയിന് അതൊക്കെ ഒരു സസ്പെൻസ് ആണ്. പിന്നെ പറഞ്ഞത് സാറേ, ഞാൻ കാണാൻ നിൽക്കുന്നു. എന്താണ് പ്രശ്നം? എന്താ പ്രശ്നം എന്നല്ലേ, ഈ ചേട്ടനെയും കൊണ്ട് ഞാനേ 1 വർഷം ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയതാ. എന്നിട്ട് ഒന്ന് ആ പൊന്നാര മൂളായിട്ട് പിന്നെയും കിടക്കാൻ പോവാ. വന്നതാപ്പൊന്നും മറന്നു പോരുത്. അതൊന്നും ഒരു മനുഷ്യന് പറഞ്ഞ പണിയല്ലടോ.
എന്താ ചന്ദ്രി സുന്ദരിയായിട്ടുണ്ടല്ലോ. ഇത് ഞാൻ കറങ്ങണങ്ങനെ നോക്കി നടന്നോ? അന്റെ പെണ്ണുങ്ങൾ നടക്കണ അറിയണ്ടോ? ഓളെ പഴയ കാമുകനാണ് വാവ. ഓന്റെപ്പോള് നടക്കണ അത് വല്ലതും ഇജ്ജ് അറിയണ്ടോ? ഇജ്ജ് കള്ളും കുടിച്ചിങ്ങനെ തെര വര നടന്നോ? എന്ത് നാറ്റാത്, എന്ത് കാട്ടറായാണ് ഈ വലിച്ചു കയറ്റീണ്? സംശയിച്ചൊക്കെ ശരി തന്നെ കാട്ടി കൊടുക്കാം. എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട് ഈ എന്തിനാ ഇവിടെ അടിച്ചു വരുന്നത്. എന്തിനാ ആ ഭാവനെ കാണാനല്ലോ. ഓന്റെ പഴയതൊക്കെ എനിക്ക് മനസ്സിലായി. കാണിച്ചേടി വെറുതെ വിടൂല. ഈ എന്താ മനസ്സിലാക്കിയത്? ഞാനൊന്നും അറിയില്ലാന്ന്. നോക്കിക്കോ. എന്താ മനുഷ്യങ്ങളീ പറയുന്നത്? വേണ്ടാത്തത് പറഞ്ഞുണ്ടാക്കുക. വേണ്ടാത്തത് ഞാൻ അറിഞ്ഞിട്ടേ വന്നിട്ടുള്ള ഇവിടെ. മനസ്സിലായോ? എന്തിനാ ഇവിടെ തന്നെ വീട് വേണമെന്ന് പറഞ്ഞേ? അവനെ കാണാനല്ലേ? ഇതൊന്നും ഞാൻ അറിയില്ല എന്നാ വിചാരം. അല്ല ഉത്തരച്ച് ഞാൻ എടുക്കടി മാറ്റിയെത്തുന്നു. ഇത് കരയണ്ട, ഞാൻ എല്ലാം അറിഞ്ഞോളൂ. കല്യാണത്തിന് ശേഷം തന്നെ ഈ ചോനും കൊണ്ട് കറങ്ങിയതില്ലേ ഒക്കെ അറിഞ്ഞാണ് ഞാൻ വരുന്നത്. മനസ്സിലായെനിക്ക്. എന്നാലേ നിങ്ങളൊന്ന് കേട്ടോളി. മൂപ്പര് അന്ന് എന്റെ കാമുകനായിരുന്നു. അന്ന് എന്നെ നല്ലോണം നോക്കിനെ, ഇന്ന് എന്നെ നോക്കും. ആടി എന്നാ ചോന്റെ കൂടെ ഇറങ്ങിപ്പോടി. എന്നെ ഇവിടുന്ന് ഇറക്കി വിടാൻ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല. 3 വർഷമായി ഓരോ വീട് മാറി മാറി വരുന്നു. നിങ്ങൾ കാരണം ഇന്ന് വരെ ഈ വീടിന്റെ വാടക കൊടുത്തിട്ടുണ്ടോ? ഒരു വീട്ടിലേക്ക് വേണ്ട എന്തെങ്കിലും ഒരു സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ? ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ടുണ്ടോ? കൊണ്ടുവരും ആകെ ഒരു കുപ്പി. അത് മാത്രല്ലേ നിങ്ങൾ കൊണ്ടുവരുന്നത്? ഞാൻ അധ്വാനിച്ച്, ഞാൻ വാടക കൊടുത്ത്, ഞാൻ ചെലവ് നടത്തി എന്റെ ക്യാഷ് കട്ടെടുത്തുകൊണ്ടുപോയി കള്ളും കുടിച്ച് എന്നെ തന്നെ തല്ലുന്ന ഒരു ഭർത്താവിനെ എനിക്ക് വേണ്ട. 5-6 കൊല്ലായിട്ട് പഠിച്ചനൊരു കുഞ്ഞിനെയോ തന്നിട്ടില്ല. എന്നാ പിന്നെ കുറച്ച് സമാധാനം തരാം, അതും ഇല്ല. ബാഗ് നോക്കി പിടിച്ചാണ്ട് അവിടുന്ന് ഇറങ്ങിക്ക. ഞാൻ ഇക്കാന്റെ കൂടെ ജീവിക്കാൻ വന്നതാ. എന്റെ കൂടെ? അതെങ്ങനെ? ഞാൻ തന്നെ ഇവിടെ ജീവിക്കാനുള്ള പാടിക്കാറുള്ളൂ. ഒരു പെണ്ണ് ഇവിടെ വന്നു വെച്ചോണ്ട് പോയെ. ഏത് പെണ്ണ്? നോക്കണ്ട, 3-4 വർഷമായിട്ട് ഞാൻ തന്നെയാണ് എൻ്റെ വാടകയും ചെലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമുക്ക് ലോങ് എവിടെയെങ്കിലും പോയിട്ട് താമസിക്കാം. ഇജെന്താ ഈ പറയണേ? ഞാൻ അങ്ങനെ ഇവിടെ ഇറങ്ങി പോരാ. എനിക്ക് വൈഫും 2-3 കുട്ടികളൊക്കെ ഉള്ളതല്ലേ. നിങ്ങൾ എന്താ ഈ പറയുന്നത്? അപ്പൊ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ല? അപ്പൊ നിങ്ങൾ ഈ കാട്ടിക്കൂട്ടിയതൊക്കെ എന്താ? എന്ത് കാട്ടിക്കൂട്ടിയത്? അന്നോ അതോ ഇപ്പോഴോ? ഇപ്പൊ ഞാൻ എന്നോട് എനിക്ക് എന്നെ ഇഷ്ടമാറുണ്ടോ? ഇല്ല. പക്ഷെ ഒരു കാലത്ത് ഇഷ്ടമായിരുന്നു, ജീവനായിരുന്നു, ജീവന്റെ ജീവനായിരുന്നു. അന്ന് നീ എന്റെ മുമ്പ് നിന്ന് ഇറങ്ങിപ്പോയതാ. ഇന്ന് ഞാൻ എന്റെ കൂടെ താമസിക്കാൻ വന്നു കഴിഞ്ഞാലേ നാളെ ഇന്നിട്ട് അവിടുന്ന് വീണ്ടും പോയാൽ എന്താ ഉറപ്പുള്ളേ? അന്ന് എനിക്ക് ഭ്രാന്തായപ്പോഴേ എനിക്ക് വേറെ ആരുമില്ലായിരുന്നു. എനിക്ക് എന്നെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇന്നെങ്കിലും വൈഫുണ്ട്, കുട്ടിയുണ്ട്. നിങ്ങൾ എന്നെ ചതിക്കായിരുന്നേക്ക. ഞാൻ ആരും ചതിച്ചിട്ടില്ല. ഞാനോട് പറഞ്ഞു എനിക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളത്. പഴയ സൗഹൃദം ഞാൻ കൊണ്ടു നടന്നുള്ളൂ. ഓക്കെ, എവിടെയെങ്കിലും ഒരു തവണയെങ്കിൽ ഞാൻ